ആസ്പിറൻസ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. VFA എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ കൊടുക്കുന്നത്. സോ ഡെയിലി 3 ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് സിലബസിലെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് ഹോട്ടായിട്ടുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ക്ലാസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് PYQ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് SCRT അല്ലെങ്കിൽ NCRT, ഇതിലേതെങ്കിലും ഒരു ചാപ്റ്റർ കംപ്ലീഷൻ. സോ SCRTയുടെയും NCRTയുടെയും ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഇങ്ങനെ ഡെയിലി 3 ക്ലാസ്സുകളായിട്ടായിരിക്കും നമ്മൾ തരുന്നത്. ഡെയിലി ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഡെയിലി നിങ്ങൾ പഠിച്ച് പോയി കഴിഞ്ഞാൽ VFA എക്സാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ ക്ലാസ്സിലോട്ട് കിടക്കാം. അധികമൊന്നും പറയുന്നില്ല. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്തിരിക്കണേ. സോ ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാം. ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചിട്ടാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന. ഭരണഘടന എടുത്തു കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടനകളെ രണ്ടായി തിരിക്കാം. എന്തൊക്കെയാണ്? ലിഖിതമെന്നും അലിഖിതമെന്നും രണ്ടായിട്ട് തിരിക്കാം. ഏറ്റവും ബൃഹത്തായ ലിഖിത ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. ഏറ്റവും ബൃഹത്തായ ലിഖിത ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭരണഘടനയാണ്. ഏറ്റവും ബൃഹത്തായ ലിഖിത ഭരണഘടന. ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ലിഖിത ഭരണഘടന ചോദിച്ചാൽ ഏറ്റവും പഴക്കമുള്ളതും ചെറിയതുമായ ലിഖിത ഭരണഘടന ഏതെന്ന് ചോദിച്ചാൽ അത് അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്കൻ ഭരണഘടനയാണ്. അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബ്രിട്ടനും ഇസ്രായേലുമാണ്. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിലോട്ട് കടക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പറയുന്നത് 1929 ലാഹോർ സമ്മേളനത്തെ കുറിച്ചിട്ടാണ്. ഈ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. INC പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. INC പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനമാണ്. ഈ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയിട്ട് പൂർണ്ണ സ്വരാജ് റിപ്പബ്ലിക്കായിട്ട് ആഘോഷിച്ചത് എന്നെന്ന് ചോദിച്ചാൽ 1930 ജാനുവരി 26-നാണ്. സോ ഇത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? തടയുകയാണല്ലേ ചെയ്തത്. സോ നെക്സ്റ്റ് നോക്കാം. എം റോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് 1934 ഇന്ത്യക്കാർക്ക് സ്വതന്ത്രമായ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ച വ്യക്തിയാണ്. സോ ഇന്ത്യക്കാർക്ക് സ്വതന്ത്രമായ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? MN റോയി ആണ്. സോ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്സുകളാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷനും ഇന്ത്യൻ പാട്രിയോട്ടും. സോ ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കും ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്നത് പത്രവുമാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് MN റോയി എന്ന് പറയുന്നത്. അതുപോലെ മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനാണ്. പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാലും MN റോയിയാണ്. അപ്പോൾ എന്തൊക്കെയാണ്? പീപ്പിൾസ് പ്ലാൻ അഥവാ ജനകീയ പദ്ധതി തയ്യാറാക്കിയ വ്യക്തിയാണ്. മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനാണ്. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക്. സോ ഇന്ത്യൻ പാട്രിയോട്ട് എന്നത് അദ്ദേഹത്തിൻ്റെ പത്രവുമാണ്. സോ നെക്സ്റ്റ് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് പറയുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട പാർട്ടിയാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി എന്ന് പറയുന്നത്. 1923 ജാനുവരി 1-നാണ് CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി ചേർന്നിട്ടാണ് എന്ത് പറയുന്നത്? സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. സോ എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് 1934 ആയപ്പോഴാണ്. സോ നെക്സ്റ്റ് 1934 ബോംബെ സമ്മേളനം അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്. ഈ സമയത്താണ് INCയിൽ എന്ത് നടക്കുന്നത്? ഒരു ഭരണഘടന ഇന്ത്യക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത്. എന്നാൽ 1936 ലക്നൗ സമ്മേളനത്തിലാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം INC ആദ്യമായിട്ട് ഉന്നയിക്കുന്ന സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ 1936 ലക്നൗ സമ്മേളനമാണ്. എന്നാൽ 1937 ഫൈസാപൂർ സമ്മേളനം അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. INC ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന ആവശ്യം
അംഗീകരിച്ച സമ്മേളനം എന്ന് ചോദിച്ചാൽ 1937 ഫൈസാപൂർ സമ്മേളനമാണ്. സോ ഇനി നോക്കാം, ചരിത്രപരമായ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ഇപ്പോൾ നമ്മുടെ ഭരണഘടന എടുത്തു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ കുറച്ച് കാര്യങ്ങൾ. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് 1937 സോ ഇതിൽ 321 വകുപ്പുകളുണ്ടായിരുന്നു, 10 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. സോ ഈ ആക്ട് പാസ്സാക്കിയത് 1935 വൈസ്രോയി വെല്ലിംഗ്ടന്റെ കാലത്തായിരുന്നെങ്കിൽ ഈ പ്ലാന് നിലവിൽ വന്നത് 1937 ലളിത് ഗോ പ്രഭുവിൻ്റെ കാലത്താണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഏത് നിയമമാണെന്ന് ചോദിച്ചാൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിയമമാണ്. ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 കേന്ദ്രത്തിൽ ദ്വിഭരണവും പ്രവിശ്യകളിൽ സ്വയംഭരണാധികാരവും ദ്വിമണ്ഡല സഭയൊക്കെ നിലവിൽ വന്നത് ഈ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. സോ നോക്കാം, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം എന്ന് പറയുന്നത്. സോ ഇത് പ്രഖ്യാപിച്ചത് ലളിത് ഗോ പ്രഭു വൈസ്രോയി ആയിരുന്ന സമയത്ത്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആവശ്യം ബ്രിട്ടീഷുകാരെ അംഗീകരിക്കുന്നത് ഈ ഓഗസ്റ്റ് ഓഫറിലൂടെയാണ്. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനത്തിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന ആവശ്യം അംഗീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരെ അംഗീകരിക്കുന്നത്. 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടക്കുന്നത്. നെക്സ്റ്റ് 1942 ക്രിപ്സ് മിഷനാണ്. 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ. അധ്യക്ഷൻ സ്റ്റാഫോർഡ് ക്രിപ്സ് ആയിരുന്നു. ക്രിപ്സ് മിഷനെ തകരുന്ന ബാങ്കിൽ നിന്ന് നൽകിയ പിൻ തീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. അപ്പം എന്തിനെയാണ് ഇത്? ഒരുപാട് ക്വസ്റ്റ്യൻസിൽ PYQ ആണ്, റിപ്പീറ്റ് അടിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തകരുന്ന ബാങ്കിൽ നിന്ന് നൽകിയ പിൻ തീയതി വെച്ച ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ഏത് കമ്മീഷനെയാണ് എന്ന് ചോദിച്ചാൽ ക്രിപ്സ് മിഷനെ ആര് വിശേഷിപ്പിച്ചു? ഗാന്ധിജി വിശേഷിപ്പിച്ചതാണ് തകരുന്ന ബാങ്കിൽ നിന്ന് നൽകിയ പിൻ തീയതി വെച്ച ചെക്ക് എന്ന്. സോ നെക്സ്റ്റ് നോക്കാം, ബ്രിട്ടനിലെ ഭരണമാറ്റം ഈ സമയത്താണ് നടക്കുന്നത്. ബ്രിട്ടനിൽ പൊതുതെരഞ്ഞെടുപ്പിൽ വിൻസ്റ്റൺ ചർച്ചിലിന്റെ കൺസർവേറ്റീവ് പാർട്ടി പരാജയപ്പെടുകയും ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. സോ ഈ ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രൂപീകരിച്ചല്ലോ, ആ ഒരു മന്ത്രിസഭയിൽ നിന്നാണ് ക്യാബിനറ്റ് മിഷന്റെ രൂപീകരണം ഇന്ത്യയിൽ വരുന്നത്. അപ്പം ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാന്ന് ചോദിച്ചാൽ ക്ലെമന്റ് ആറ്റ്ലിയാണ്. തൻ്റെ മന്ത്രിസഭയിലെ 3 മന്ത്രിമാരെയാണ് ഇന്ത്യയിലേക്ക് അയച്ചത്. അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? അധ്യക്ഷൻ പെത്തഫിക് ലോറൻസ് ആയിരുന്നു, സ്റ്റാഫോർഡ് ക്രിപ്സും AV അലക്സാണ്ടറും. ആരൊക്കെയാണ്? പെത്തഫിക് ലോറൻസ്, സ്റ്റാഫോർഡ് ക്രിപ്സ് ആൻഡ് AV അലക്സാണ്ടർ. സോ ഇതിൽ പ്രധാനമായിട്ടും ലക്ഷ്യങ്ങൾ പറയുവാണെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുക എന്നുള്ളത് ഒരു ലക്ഷ്യമായിരുന്നു. ഇടക്കാല സർക്കാരിനെ രൂപീകരിക്കുക. ഇടക്കാല സർക്കാർ രൂപീകരിച്ചത് എന്നു ചോദിച്ചാൽ 1946 സെപ്റ്റംബർ 2 ഇടക്കാല ഗവൺമെൻറ് സർക്കാരിനെ രൂപീകരിക്കുന്നത്. സോ ഫെഡറൽ സർക്കാർ ഈ ഒരു 3 ആശയങ്ങളാണ് ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ചത്. സോ അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് പറയാം ക്യാബിനറ്റ് മിഷനാണ്. 1946 മാർച്ച് 24 രൂപീകരിച്ച ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. ക്യാബിനറ്റ് മിഷനാണ്. സോ അപ്പം ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമൊക്കെ തുടങ്ങി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ തുടങ്ങി. അംഗസംഖ്യ എടുത്തപ്പോഴത്തേക്കും മൊത്തം ടോട്ടൽ അംഗങ്ങൾ 389 പേരാണ്. അതിൽ 296 പേര് ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്നുള്ളവരും 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ളവരുമായിരുന്നു. സോ വിഭജനത്തിന് ശേഷം ആകെ 299 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. സോ പാർട്ടികൾ കോൺഗ്രസ്സുകാരിൽ നിന്ന് 208 പേരും മുസ്ലിം ലീഗിൽ നിന്ന് 73 പേരുമാണ്. ഈ ഡേറ്റുകളൊക്കെ ഓർമ്മിച്ച് വെച്ചേക്കുക കേട്ടോ. സോ നെക്സ്റ്റ് നോക്കാം, വനിതകൾ മൊത്തം 15 വനിതകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 മലയാളികളാണ്. ഒന്ന് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ ആൻഡ് ആനി മസ്ക്രീൻ. ഇതിൽ ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നത് ദളിത് വനിതയാണ്.
ആദ്യത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ദളിത് വനിതയായിരുന്നു ആര്? ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കുറച്ച് പ്രധാനപ്പെട്ട തീയതികൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. സോ ഇത് നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ബോക്സ് കണക്കൊക്കെ നമ്മൾ ഇതിനൊക്കെ ഡേറ്റുകൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഓർമ്മിച്ചിരിക്കും. സോ നമുക്ക് നടക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡേറ്റുകളാണ്. അപ്പോൾ എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്? സോ നോക്കുക, 1946 ഡിസംബർ 6 ഈ ഒരു ഡേറ്റ് ഓർമ്മിച്ച് വെച്ചിരിക്കുക. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. സോ അത് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ 1946 ഡിസംബർ 9 ഫസ്റ്റ് സമ്മേളനം നടക്കുന്നത്. സോ ഒന്നാം സമ്മേളനം എവിടെ വെച്ചിട്ടാണ്? ഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് സമ്മേളനം നടക്കുന്നത്. സോ അഭിസംബോധന ചെയ്തത്, ഈ ഫസ്റ്റ് സമ്മേളനം അഭിസംബോധന ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ JB കൃപലാനിയാണ്. താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഉപാധ്യക്ഷനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. താൽക്കാലികമായിട്ട് തിരഞ്ഞെടുത്ത ഉപാധ്യക്ഷനായിരുന്നു ഫ്രാങ്ക് ആന്റണി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് താൽക്കാലികമായി തിരഞ്ഞെടുത്ത അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയും ഉപാധ്യക്ഷൻ ചോദിച്ചാൽ ഫ്രാങ്ക് ആന്റണിയുമായിരുന്നേ. 1946 ഡിസംബർ 13 ഡേറ്റ് വീണ്ടും മാറിയിട്ടുണ്ട്. ഡിസംബർ 11 ആയപ്പം 1946 ഡിസംബർ 11 ആയപ്പോഴത്തേക്കും സ്ഥിര അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയൊക്കെ തിരഞ്ഞെടുത്തു. സ്ഥിര അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ് തിരഞ്ഞെടുത്തത്. ഭരണഘടന തയ്യാറാക്കി ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് വരെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് പറയുന്നത് പെർമനന്റ് അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയായിരുന്നു. ഉപാധ്യക്ഷന്മാരായിരുന്നു HC മുഖർജിയും VT കൃഷ്ണമാചാരിയും. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ BN റാവു ആയിരുന്നു. നെക്സ്റ്റ് നോക്കാം. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 13 ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് അല്ലേ. അപ്പം ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നു ചോദിക്കാം. അംഗീകരിച്ചത് 1947 ജാനുവരി 22 1947 ജാനുവരി 22 ഇതിനിടയ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തെന്ന് ചോദിച്ചാൽ ഇപ്പം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫസ്റ്റ് സമ്മേളനം അവസാനിക്കുന്നത് എന്നെന്ന് ചോദിച്ചിട്ട് 1946 ഡിസംബർ 23 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫസ്റ്റ് സമ്മേളനം അവസാനിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയെ സ്വീകരിച്ച ഡേറ്റ് ആണ്. ദേശീയ നിയമദിനം, ദേശീയ ഭരണഘടനാ ദിനം എന്നൊക്കെ അറിയപ്പെടുന്നു. നമ്മുടെ ആമുഖത്തിൽ പറയുന്ന ഒരേ ഒരു ഡേറ്റ് ആണ് 1949 നവംബർ 26 എന്നുള്ളത്. 1949 നവംബർ 26 എന്നുള്ളത് നമ്മുടെ ആമുഖത്തിൽ പറയുന്ന ഒരേ ഒരു ഡേറ്റ് ആണ്. ദേശീയ നിയമദിനം, ഭരണഘടനാ ദിനം എന്നൊക്കെ അറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജാനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് റിപ്പബ്ലിക്കായി. ഇതിന് ജാനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഭരണഘടനയുടെ കുറച്ച് ഫാക്റ്റുകൾ പഠിക്കാം. ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 18 ദിവസം. എത്രയാണ്? 2 വർഷം 11 ദിവസം 11 മാസം 18 ദിവസം. 11 സെക്ഷനുകളിലായിട്ട് 165 ദിവസമാണ് ഭരണഘടനാ നിർമ്മാണ സഭ ആകെ സമ്മേളനങ്ങൾ നടത്തിയത്. സോ ഇനി ഇതിൽ എത്ര ആർട്ടിക്കിൾ, എത്ര ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു, എത്ര പാർട്ടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നോക്കാം. സോ ഇതുപോലെ നമ്മൾ ബോക്സ് ആക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആകുന്നതായിരിക്കും കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന വകുപ്പുകൾ, ആർട്ടിക്കിളുകൾ 395 ആർട്ടിക്കിളുകളാണ് ഉണ്ടായിരുന്നത്. സോ നിലവിലിപ്പം 448ഓളം ആർട്ടിക്കിൾ നിലവിലുണ്ട്. അപ്പം 395 നിന്ന് 448 ആർട്ടിക്കിളോളം നിലവിലുണ്ട്. സോ പട്ടികകൾ ചോദിച്ചാൽ 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. എത്ര പട്ടികകളാണ്? 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. നിലവിലിപ്പം 12 പട്ടികകളുണ്ട്.
ഇപ്പം ഭരണഘടന നിർമ്മാണ സഭ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് 8 പട്ടികയായിരുന്നു. നിലവിൽ 12 പട്ടികകളുണ്ട്. എത്ര ഭാഗങ്ങളുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ മൊത്തം 22 ഭാഗങ്ങളായിരുന്നു. നിലവിലിപ്പം എത്ര 25 ഭാഗങ്ങളാണ് ഉള്ളത്. നിലവിൽ 25 ഭാഗങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് 22 ഭാഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റികളും മറ്റ് കമ്മിറ്റികളെയും കുറിച്ചിട്ടാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന തയ്യാറാക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. സോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ച വർഷം ചോദിച്ചാൽ 1947 ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. ഇതിലെ അധ്യക്ഷനെന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. സോ മറ്റംഗങ്ങളെ നോക്കാം. KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, TP കേത്താൻ, അതുപോലെ BL മിത്താൻ. DP കേത്താൻ്റെ മരണത്തെ തുടർന്ന് TT കൃഷ്ണമാചാരിയും BL മിത്തല് രാജിവെച്ചതിനെ തുടർന്ന് N മാധവറാവുമാണ് വന്നത്. അപ്പോൾ ആരൊക്കെയായിരുന്നു? KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, TP കേത്താൻ മരിച്ച സമയത്ത് TT കൃഷ്ണമാചാരിയും BL മിത്തറിന് പകരമാരാണ് N മാധവറാവുമാണ് വന്നത്. എന്നാണ് സഭ രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ച 1947 ഓഗസ്റ്റ് 29-നാണ് അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയും ശില്പികളും. ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ കരട് രൂപം തയ്യാറാക്കിയത് BN റാവു ആണ്. കവർ പേജ് രൂപകൽപ്പന ചെയ്തത് ആര്? നന്ദലാൽ ബോസ് ആണ്. ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. 1930 ജാനുവരി 26-ന് ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചു. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാന കമ്മിറ്റികളും അധ്യക്ഷന്മാരുമാണ്. മൗലികാവകാശങ്ങളും ന്യൂനപക്ഷവും എന്ന് പറയുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അതുപോലെ തന്നെ മൗലികാവകാശങ്ങളുടെ സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ JB കൃപലാനിയുമായിരുന്നു. ന്യൂനപക്ഷ സബ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ HC മുഖർജിയും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഡോക്ടർ BR അംബേദ്കറുമായിരുന്നു. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയുടെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദും റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷിയും ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യയുമായിരുന്നു. എന്താണ് ഭരണഘടനാ പുനഃസംഘടനാ കമ്മീഷൻ എന്ന് പറയുന്നത്? 2000-ൽ കേന്ദ്ര സർക്കാർ നിയമിച്ച ഭരണഘടനാ ലാസ്റ്റ് വണ്ണാണ് ഭരണഘടനാ പുനഃപരിശോധനാ കമ്മീഷൻ. 2000-ൽ കേന്ദ്ര സർക്കാർ നിയമിച്ച ഭരണഘടനാ പുനഃപരിശോധനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ MN വെങ്കട ചെല്ലയ്യ ആയിരുന്നു. അപ്പോൾ ആരായിരുന്നു? MN വെങ്കട ചെല്ലയ്യ ആയിരുന്നു 2000-ൽ സർക്കാർ നിയോഗിച്ച പുനഃപരിശോധനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ബോക്സുകളിലൊക്കെ ആക്കി വളരെ ക്രിയേറ്റീവായിട്ട് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് അട്രാക്റ്റീവായിട്ട് മനസ്സിലാകാനാണ്. സോ ഇതിൻ്റെ PDF ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എന്നിട്ട് എൻ്റെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. സോ കയറിയിട്ട് ടെലഗ്രാമിന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതിയാവും. അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതിയാവും. ഞാൻ ഉറപ്പായിട്ടും ഇതിൻ്റെ ആവശ്യമുള്ളവർക്ക് ഇതിൻ്റെ PDF നോട്ട് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് SCERT പാഠഭാഗങ്ങളാണ് ഞാൻ ഇന്ന് തന്നെ ഞാൻ ക്ലാസ് ചെയ്യുന്നത്. സോ അതും കൂടെ പഠിക്കുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭരണഘടന എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് ഒരു ഏകദേശം നിങ്ങൾ പഠിച്ചു കഴിയും. സോ പിന്നെ അതിൽ ഓരോരോ കാര്യങ്ങൾ മൗലികാവകാശം അതിൻ്റെ ആമുഖം അതൊക്കെ നമുക്ക് പഠിക്കാം. സോ ഇന്ന് എത്രയേ ഉള്ളൂ. ഈ വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്. അപ്പം ഉടനെ തന്നെ അടുത്ത ക്ലാസ്സുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിനൊന്നും ഈ ക്ലാസ് പഠിച്ച് തീർക്കുക. സോ ഡെയിലി തരുന്ന ക്ലാസ്സുകൾ പഠിച്ച് തീർക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം ഇനി നിങ്ങളുടെ ലക്ഷ്യം.